ഹിക്കമിൽ നിന്നാണ് വായിക്കുന്നത്. ഇജ്തിഹാദുക ഫീമാ ളുമിന ലക്. നിനക്ക് ഉത്തരവാദിത്വം നേരത്തെ ഏൽപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിൽ, ഏറ്റെടുക്കപ്പെട്ട ഒരു കാര്യത്തിൽ, ഒരു വിഷയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്, ഏറ്റെടുക്കേണ്ടതില്ല. അങ്ങനത്തെ ഒരു കാര്യത്തിൽ നീ അധ്വാനിക്കുക. വതഖ്സീറുക, നീ വീഴ്ച വരുത്തുകയും ചെയ്യുക. ഫീമാ തുലിബ മിൻക, നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടതിൽ നീ വീഴ്ച വരുത്തുക. നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട കാര്യത്തിൽ നീ അധ്വാനിക്കുക. മനസ്സിലായില്ല? നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട കാര്യത്തിൽ നീ അധ്വാനിക്കുക. നിന്നോട് ആവശ്യപ്പെട്ട കാര്യത്തിൽ നീ വീഴ്ച വരുത്തി അലംഭാവവും കാണിക്കുക. അത് ദലീലുൻ അലൻതിമാസ് ബസീറത്തി മിൻക, നിന്റെ ഉൾക്കാഴ്ച അടഞ്ഞു പോയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. ഒന്നുകൂടി പറയാം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് തന്നെ നോക്ക്. മനസ്സിലായില്ല? ആ വാക്ക് വേണമെങ്കിൽ എഴുതിയേക്കാതെ. ഇബ്നു അതാഇല്ലാഹി തങ്ങളെ വാക്കാണ്. കിതാബുൽ ഹിക്കമിൽ നിന്നാണ് വായിക്കുന്നത്. ഹിക്കമിന്റെ ഒരു ഹെഡിങ് ആണ്. എന്ത്? ഇജ്തിഹാദിക, നീ അധ്വാനിക്കുക. ഫീമാ ളുമിന ലക്, നിനക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട കാര്യത്തിൽ നീ അധ്വാനിക്കുക. മനസ്സിലാവണ്ട പറഞ്ഞത്? ഉത്തരവാദിത്തം നിനക്ക് ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. അത് നീ ബുദ്ധിമുട്ടേണ്ടയില്ല. നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട കാര്യത്തിൽ നീ അധ്വാനിക്കുക. വതഖ്സീറുക, നീ അലംഭാവം കാണിക്കുക. ഫീമാ തുലിബ മിൻക, ഇപ്പോഴും നിന്നോട് ആവശ്യപ്പെട്ട കാര്യത്തിൽ. അത് ദലീലുൻ, അത് തെളിവാണ്. അലൻതിമാസിൽ ബസീറത്തി മിൻക, നിന്റെ ഉൾക്കാഴ്ച അടഞ്ഞു പോയിട്ടുണ്ട്, അണഞ്ഞു പോയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. നിനക്കിപ്പോൾ ഉൾക്കാഴ്ച ഇല്ല. ആ ഹെഡിങ് എഴുതി വെക്കണേ. മനസ്സിലായില്ല? ഇജ്തിഹാദുക, നീ അധ്വാനിക്കുക. ഹിക്കമിൽ നിന്നാണ് വായിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വേഗം എഴുതി. എന്താ നോക്കിയിരിക്കണത്? മനസ്സിലാവണല്ലേ പറഞ്ഞത്? ഇജ്തിഹാദുക, നീ അധ്വാനിക്കുക. ഫീമാ ളുമിന ലക, ഉത്തരവാദിത്തം നിനക്ക് ഏറ്റെടുക്കപ്പെട്ട കാര്യം, അതിൽ നീ അധ്വാനിക്കേണ്ട. ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട് ആ കാര്യത്തിന്റെ, അതിൽ നീ അധ്വാനിക്കുക. വതഖ്സീറുക, നീ വീഴ്ച വരുത്തുക. ഫീമാ തുലിബ മിൻക, നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ട കാര്യത്തിൽ നീ വീഴ്ച വരുത്തുകയും ചെയ്യുക. അത് ദലീലുൻ, അത് തെളിവാണ്. അലൻതിമാസുൽ ബസ് ഇൻതിമാസ് ഇൻതൊമസ, തൊമസയുടെ ഇൻതൊമസ. ദലീലുൻ അലൻതിമാസിൽ ബസീറത്തി മിൻക, നിന്റെ ഉൾക്കാഴ്ച. ഇജ്തിഹാദുക, നീ അധ്വാനിക്കുക. സ്പീഡ് എഴുതണം. ഇജ്തിഹാദുക, നീ അധ്വാനിക്കുക. എന്തിൽ? ഫീമാ ളുമിന ലക, നിനക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട കാര്യത്തിൽ. ഇപ്പം നിങ്ങളൊക്കെ താടി മീശൊക്കെ വരച്ച മുളച്ച മൂല്യന്മാർ, വലിയ മനുഷ്യന്മാരാണ്. അപ്പം നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ 22 വയസ്സ്, an എക്സാമ്പിൾ. അപ്പം വാപ്പ പറഞ്ഞു, എന്ത് പുതിയുള്ള കല്യാണ ഡ്രസ്സും പന്തലും ചോറും അത് ഞാൻ നോക്കിക്കോളാം, മഹർ ചെലവാകണം എന്ന് പറഞ്ഞാൽ, ഉദാഹരണം. അപ്പോൾ അവിടെ നിന്നിൽ നിന്ന് മത്ലൂബുമുണ്ട്, നിന്നിൽ നിന്ന് മൾമൂനുമുണ്ട്. എന്താ മൾമൂന്? പറ കുട്ടി, എന്താ സ്പീഡ് പറ. അതായത് പുതുമണവാട്ടിയുടെ ഡ്രസ്സ്, കല്യാണപ്പന്തലി, ചോറ് പോലത്തെ കാര്യങ്ങളെല്ലാം വേണ്ടത് അത് ഞാൻ നോക്കിക്കോളാം, അത് ഈ ഇടപെടേ ചെയ്യേണ്ടതില്ല. പക്ഷെ 10 പവൻ മഹ്റിജ് വാങ്ങണം, അല്ലെങ്കിൽ 5 പവൻ മഹ്റിജ് വാങ്ങണം, അല്ലെങ്കിൽ 4 പവൻ മഹ്റിജ് വാങ്ങണം. അത് നിന്റെ ഉത്തരവാദിത്തത്തിലാണ് എന്നോട് പറയുന്നത്. അപ്പം നിന്നിൽ ഇവിടെ എന്തുണ്ട്? നിന്നിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടതുണ്ട്, നിന്നിൽ നിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടതുണ്ട്. ഒന്ന് മൾമൂനുൽ ലക്കയാണ്, ഒന്ന് മത്ലൂബ് മിൻകയാണ്. മൾമൂനുൽ ലക്ക എന്താണ്? പറയാ മോനെ, മൾമൂനുൽ ലക്ക എന്താണ്? മൾമൂനുൽ ലക്ക അത് നിന്നിൽ നിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടതാണ്. അതേതാണ്? പുതുമണവാട്ടിന്റെ ഡ്രസ്സ്, കല്യാണ പന്തല്, ചോറ്, ഇതൊക്കെ ഉത്തരവാദിത്തം മൾമൂനുൽ ലക്കയാണ്. നിനക്ക് വേണ്ടി മൾമൂനാണ്. അതേ സമയത്ത് പുതുമണവാട്ടിയുള്ള മഹർ വാങ്ങൽ നിന്നിൽ നിന്ന് മത്ലൂബ് മിൻകയാണ്. ഒന്ന് മൾമൂനുൽ ലക്കയാണ്, ഒന്ന് മത്ലൂബ് മിൻകയാണ്. എന്നിട്ട് ഈ എന്ത് ചെയ്യാന്നറിയോ? മഹറിന് വേണ്ടി ശ്രദ്ധിക്കുകയേ ചെയ്യണില്ല.
ഈ പന്തക്കാരെ പിന്നാലെ നടക്കുക, അതിന് പൈസ ഉണ്ടാക്കുക. നിന്റെ കയ്യിൽ 10 പൈസ ഇല്ല, 10 പൈസ കടം വാങ്ങലോ അല്ലെങ്കിൽ മുതലാളിയോട് പോയിട്ട് പണിയെടുക്കുന്ന മുതലാളിയോട് പോയിട്ട് ഒരു 10 റുപ്യ കടം വാങ്ങിയിട്ട് ജ്വല്ലറിയിൽ ഏൽപ്പിക്കലോ ഇത് നടത്തിയിട്ടേ ഇല്ല. കല്യാണം നാളെയാണ്, അല്ല കല്യാണം ഉച്ചക്കാണ്, അല്ല കല്യാണം 10 മണിക്കാണ് നിക്കാഹ്, മഹർ എത്തിയിട്ടില്ല, ഈ മഹറിൽ പോയിട്ടുമില്ല. ഇത് ദലീലുൻ, ഇത് ദലീലാണ്. നിന്റെ ഉൾക്കാഴ്ച കിട്ടുപോയിട്ടുണ്ട്. നിനക്കിപ്പോൾ ബസറേ ഉള്ളൂ, എന്തില്ല? ബസീറത്ത് ഇല്ല. കഴിഞ്ഞ 1 ക്ലാസ് 2 ക്ലാസ് 3 ക്ലാസ്സിലൊക്കെ ഞാൻ ബസീറത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ബസറുമുണ്ട് ബസീറത്തുമുണ്ട്. ബസർ പുറം കാഴ്ച, ബസീറത്ത് ഉൾക്കാഴ്ച. ബസീറത്ത് മുഅ്മിനിനേ ഉണ്ടാവും, ബസർ ജീവികൾക്കൊക്കെ ഉണ്ടാവും. നായക്കും പട്ടിക്കും പോലും ജീവികളുടെ ഗുണമാണ് എന്ത്? ബസർ. അതൊരു മനുഷ്യൻ ഉണ്ടാകുന്നതിൽ ഒരു അത്ഭുതമില്ല. മനസ്സിലായില്ല കുട്ടികളെ? സ്പീഡ് വരി, എൻ്റെ കൂടെ വരി. മനസ്സിലായില്ല? ബസർ എന്നത് മുഅ്മിനിന്റെ ഒരു സിഫത്തല്ല, പിന്നെ എന്തിന്റെ സിഫത്താണ്? ഒരു ഹയവാന്റെ സിഫത്താണ്. നായ, പട്ടി, പന്നി അടക്കം എന്തിനും എന്തുണ്ട്? പറണ്ട് മക്കളെ, വേം പറ. ബസറുണ്ട്. എന്താ ബസറിൽ നിന്ന് നേടൽ? എന്താ ബസർ നേടല്? ബസർ കൊണ്ട് നേടൽ എന്താ? ബസർ കൊണ്ട് നേടൽ എന്താ? ബസർ കൊണ്ട് നേടൽ എന്താ? ജൽബു മനാഫിഇൽ ജസദി വദ്ദഫഉ മളാരിൽ ജസദി. ശരീരത്തിന് വേണ്ട ഉപകാരങ്ങളെ അന്വേഷിക്കുക. പോത്ത് രാവിലെ ആലയെന്ന് വിട്ടാൽ ഒന്നിങ്ങനെ നോക്കും, എവിടെയാണോ കൂടുതൽ പച്ചപ്പ് അങ്ങോട്ട് ഓടും. നായ ഉറക്കം ഉണർന്നാൽ ഇങ്ങനെ നോക്കും, അതിന്റെ കൂട്ടിൽ എപ്പോഴാണോ മുതലാളിയോ മുതലാളിച്ചയോ ഭക്ഷണം കൊണ്ടുവരുന്നത്. ഇങ്ങോട്ട് നോക്ക്. പന്നി രാവിലെ എണീറ്റാൽ ഇങ്ങനെ നോക്കും, എവിടെയാണ് കൂടുതൽ അഴുക്കുള്ളത്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ചിന്തിക്ക്. കിളി കൂട്ടുന്ന എണീറ്റാൽ ഇങ്ങനെ നോക്കൂ, ഏത് ഭാഗത്തേക്കാ പോകേണ്ടത്. അത് മുഅ്മിനിന്റെ സിഫത്തല്ല, പിന്നെ എന്തിന്റെ സിഫത്താണ്? ഹയവാന്റെ സിഫത്താണ്. ഏതു ഹയവാനും അങ്ങനെയാണ്. ഏത് ഹയവാനും അക്കൂട്ടത്തില് ഇവനും അങ്ങനെയാണ്. എണീറ്റാൽ ഉടനെ ഇങ്ങനെ കാറ് മോട്ടോർ സൈക്കിൾ എടുത്തു, ഇങ്ങനെ നടന്നു, ഇങ്ങനെ പോയി. ഏത് ഭൂമിയാ വിൽക്കാനുള്ളത്? ഏത് വാങ്ങിയാലോ കൂടുതൽ പൈസ കിട്ടുക? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഏത് ഡ്രസ്സ് അണിഞ്ഞു പോയാലാണ് മുതലാളി കൂടുതൽ ഇഷ്ടപ്പെടുക? ഇതിങ്ങനെ കെട്ടിപ്പോയാലാണ് വേദിയിൽ തന്നെ മഹാനായി കണക്കാക്കുക? എവിടുന്നാണ് പരമാവധി ഫണ്ട് റൈസിങ് ചെയ്യാൻ കഴിയുക? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, റുഹാനിറ്റി ഡെവലപ്മെന്റ് അല്ല. പറയടാ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ നിഫാക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. നിഫാക്കാണ്. മനസ്സിലായില്ലേ? ഞാനൊരു പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടേക്ക് തിരിച്ചു പോകുന്നില്ല, തിരിച്ചു വരാം. വളരെ ചിന്തിക്കണം. ഇവിടെ നോക്ക് പറഞ്ഞ് മനസ്സിലാവണില്ലേ? ഇങ്ങോട്ട് നോക്ക്. ഞാനാണ് ഇവിടെ ഇരിക്കുന്നത്, എന്നോടാണ് ചോദിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. കൈ ഒന്നിച്ചാൽ മതി, ഞാൻ ചോദ്യത്തിന് മറുപടി അറിയും. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പം 2 കാര്യം. ഒന്ന്, നിന്നിൽ നിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടിട്ടുണ്ട്. 2, ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണം പറയാം. നിനക്ക് ആവശ്യമുള്ളതാണ്, നിന്റെ ജസദിന് ആവശ്യമുള്ളതെല്ലാം. അതാണല്ലോ റിസ്ക്. റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. വമാമിൻ ദാബത്തിൻ ഫിൽ അർളി, വമാമിൻ മുഅ്മിനിൻ ഫിൽ അർളി അല്ല, വമാമിൻ മുസ്ലിമിൻ ഫിൽ അർളി അല്ല, വലാബിൻ വമാമിൻ മനുഷ്യനിൻ ഫിൽ അർളി എന്നല്ല, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി. ഈ ഭൂമിയിലെ ഏത് ചരാചരവും എന്തും ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, അതിന് വേണ്ടത് കൊടുക്കാമെന്ന് അള്ളാഹു ഏറ്റിട്ടുണ്ട്. അപ്പൊ മൽമൂനുൻ ലക്കയാണ് എന്ത്? റിസ്ഖ്. അതേ സമയത്ത് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസു ബിൽ ഹഖ് വതവാസു ബിസ്. അത് മത്ലൂബ് എനിക്കാണ്, അത് അല്ലാഹ് ഏറ്റിട്ടില്ല.
നിന്റെ ഈമാൻ നീ ഉണ്ടാക്കണം, നിന്റെ അമലു സ്വാലിഹാത്ത് നീ ഉണ്ടാക്കണം. നീ ചെയ്യേണ്ട വസിയത്ത് ബിൽ ഹഖ് നീ ചെയ്യണം, നിന്റെ വസിയത്ത് ബിൽ സബ്ർ നീ ചെയ്യണം. അല്ലാഹ് ഏറ്റിട്ടില്ല, റിസ്ഖോ റബ്ബ് ഏറ്റിട്ടുണ്ട്. മുജീബേ മനസ്സിലാവില്ല, മുജീബേ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ എവിടുന്ന വായിച്ചത് മോനെ? ഹിക്കമിൽ നിന്ന്. ഹിക്കമിന്റെ ഒരു ഹെഡിങ് ആണ് ഇജ്തിഹാദുക ഫീമാ ളുമിന ലക വതഖ്സീറുക ഫീമാ തുലിമ മിൻക ദലീലുൻ അലാ ഇന്തിമാസിൽ ബസീറത്തി മിൻക. ഏതെങ്കിലും ആർക്കെങ്കിലും എഴുതിയത് ക്ലിയർ ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് സ്റ്റേജിൻ്റെ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു വാങ്ങണം. ഇതൊക്കെ പഠിച്ച് ക്ലിയർ ചെയ്യണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോൾ നിന്നിൽ നിന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കപ്പെട്ട കാര്യമാണ് എന്ത്? നിന്റെ റിസ്ക്. അത് റബ്ബ് ഏറ്റെടുത്തതാണ്. അതിന് നീ അധ്വാനിക്കുന്നതിൽ വിരോധമല്ല, പക്ഷെ അത് വലിയ കാര്യമല്ല. അപ്പൊ ബന്ധക്കാരുടെയും ചോറുണ്ടാക്കണോടത്തും ബാപ്പാന്റെ ഒപ്പം കൂടി തെറ്റുണ്ടോ? തെറ്റില്ല, പക്ഷെ ഉത്തരവാദിത്വം ബാപ്പ ഏറ്റതാണ്. അതേ സമയത്ത് നിന്റെ വലിയ എഹ്തിമാമ് നിന്റെ കാര്യത്തിൽ ഇവിടെ മഹർ ഏറ്റുന്നൊരു പന്തപ്പണിക്കാരടുത്ത് വന്നു നോക്കേണ്ടതൊന്നുമില്ല. മഹർ ഏറ്റവും വിചാരിച്ച് പന്തപ്പണിക്കാരടുത്തേക്ക് വന്ന് നോക്കിക്കൂടാ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ നോക്കും ചെയ്യാം. ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോന്ന് ചോദിക്കാം. നീ വാപ്പാനോട് ചോദിക്കാം, വാപ്പ നിങ്ങൾ ഏറ്റവുമേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും കൂടി തരേണ്ടതുണ്ടോ ചോദിക്കാം. ആര് ചോദിക്കാം? എപ്പോൾ ചോദിക്കാം? പറയേ, മഹറിന്റെ നീ തയ്യാറാക്കിയ പൈസയും കൊടുത്തിട്ട് റെസീറ്റ് വാങ്ങിയിരിക്കാണ്, ഇനി കല്യാണ തലേന്ന് പോയി കൊണ്ടുവന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പാപ്പാനോട് ചോദിക്കാം, നീ ചോറിന്റെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും കൂടി തരേണ്ടോ? എന്താ വേണ്ടേ? നിങ്ങൾ ഏറ്റവും നേരത്തെ പ്രശ്നമാക്കൊന്നും വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ പറഞ്ഞോളി. ഇത് പറയാ, എപ്പോൾ പറയാ? എപ്പോ പറയാ? എന്റെ കാര്യം നീ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാ. നീ പറയാ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു. നിന്റെ ഈമാനും അമലു സ്വാലിഹാത്തും വതവാസൗ ബിൽ ഹഖും വതവാസൗ ബിസ് സബ്റും നീ ഭംഗിയാക്കി ആവറേജ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ റിസ്ക്കിന് വേണ്ടി ഓടുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനെപ്പറ്റി വലിയ ചിന്തയില്ല. മനസ്സിലായില്ലേ? നിനക്ക് റൂഹ് എന്നൊരു സാധനം ഉണ്ട്, അതിന്റെ വിജയത്തിന് ആവശ്യമായിട്ടാണ് എന്ത്? ഈമാന്, അമലു സ്വാലിഹാത്ത്. ഇതെല്ലാം എന്തിന് ബാധകമാണ്? പറകുട്ടി, നിനക്കുള്ള 2 എണ്ണം തന്നിട്ടുണ്ട്, ജസദും. പറകുട്ടി എന്ത്? വേഗം പറ. നിനക്കുള്ള 2 എണ്ണം തന്നിട്ടുണ്ട്, ജസദും റൂഹും തന്നിട്ടുണ്ട്. ആ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായി നൽകി. അത് ശുദ്ധമായി തിരിച്ചേൽപ്പിക്കണം. അത് ഉത്തരവാദിത്തം അല്ലാഹുക്കില്ല. ജസദിന് വേണ്ടി അല്ലാഹു തആല ചെയ്തുതരാം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഇവിടെ നീ അങ്ങനെയായാൽ നീ നേരെ പോലത്തെ ഓടുക. എന്തിന്? എവിടുന്ന 10 ഉറുപ്പിട്ട ഓടുക. ഇത് നായ ഓടുന്നുണ്ട്. 10 ഉറുപ്പിക എന്തിനാ? വാങ്ങിത്തിന്നാൻ. നായികൾക്ക് പിന്നെ ഭരണാധികാരികളും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും റിസർവ് ബാങ്കും ഇല്ലാത്തതുകൊണ്ട് പൈസക്ക് പായൂല. മനസ്സിലായില്ല? നമ്മൾ പൈസക്ക് പായും. എന്തുകൊണ്ട്? നമ്മൾക്കിപ്പോൾ ആരുണ്ട്? നമ്മളെ ഭരിക്കാൻ സർക്കാരുകളുണ്ട്. നമ്മളെ ഭരിക്കാൻ സർക്കാരുകൾ ഇല്ലെങ്കിൽ നമ്മൾ നേരെ ഭക്ഷണത്തിലേക്ക് ഓടും. പണ്ട് മനുഷ്യർ ഭക്ഷണത്തിലേക്ക് മാത്രം ഓടിയിരുന്നത്. അക്കാലത്ത് എന്തില്ല? മുഖ്യമന്ത്രി എന്ന ബഹുമാന്യനോ പ്രധാനമന്ത്രി എന്ന ബഹുമാന്യനോ അക്കാലത്തില്ല. മനുഷ്യരെല്ലാം ഒന്നാണ്. അക്കാലത്ത് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം പണവും ഇല്ല, ഭക്ഷണമാണ്. അപ്പൊ പണ്ട് നമ്മൾ നേരെ ഭക്ഷണത്തിലേക്ക് ഓടും. ഇപ്പോൾ നമുക്ക് പണമുള്ളത് കൊണ്ട്, പണം എന്നൊരു മാധ്യമമുള്ളത് കൊണ്ട് നമുക്കൊന്നുകൂടി സുഖമുണ്ട്. എന്തുകൊണ്ട്? അതായത് ഇന്നൊക്കെ വേണ്ടത് ഭക്ഷണം നായക്ക് സമ്പാദിക്കാൻ കഴിയുള്ളൂ. എല്ലാ നായും മുത്തവക്കിലാണ്. എന്നാൽ ഭരണാധികാരികൾ വന്നതോടുകൂടെ മനുഷ്യൻ മുത്തവക്കിലല്ലാതെയായി. നിങ്ങൾ ഇതിന്റെ കൂടെ അല്ല. അപ്പോഴാണ് മനുഷ്യൻ മുത്തവക്കിലല്ലാതെയായത്. പണ്ട് ഇന്നും നായകൾ അന്നത്തെ തിന്നും, നാളത്തെ മുത്തവക്കിലാണ്. മനുഷ്യരും അങ്ങനെ തന്നെയായിരുന്നു. അന്നത്തെ തിന്നും, നാളത്തേക്ക് മുത്തവക്കിലാണ്. പിന്നീട് ഭരണാധികാരികൾ വന്നു, നോട്ടടിച്ചു, നാണയങ്ങൾ ഉണ്ടായി. അപ്പോൾ പിന്നെ ശേഖരിച്ചു വെക്കമെന്നായി. അപ്പൊ മുത്തവക്കിലല്ലാതെയായി. തവക്കുൽ ചെയ്യണ്ട, പൈസ ഉണ്ടാക്കി വെച്ചാൽ മതി.
അപ്പം ഏറ്റവും വലിയ വസ്തുവ് മനുഷ്യനാണ് പോയി. എന്ത്? മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഗുണം ഏതാ? തവക്കുൽ എന്ന് പറ കുട്ടി. പറ മോനെ, തവക്കുല്.